കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസമാണ് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. മത്തായി സുവിശേഷം 5:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്നാരും നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിക്കുവാനത്രേ ഞാൻ വന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. യേശു ന്യായപ്രമാണം പഠിപ്പിക്കുകയും പാലിക്കുകയും ചെയ്ത ഒരു യഹൂദനാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ അന്തസ്സത്ത ഗ്രഹിക്കാതെ കേവലം ചടങ്ങുകളും ആചാരങ്ങളുമായി അവ പ്രായോഗികമാക്കിയപ്പോൾ യേശു അതിനെ എതിർത്തു. ന്യായപ്രമാണത്തിന്റെ ആത്മാവ് എന്താണെന്ന് അറിഞ്ഞ് യേശു അവ പ്രായോഗികമാക്കിയപ്പോൾ ന്യായപ്രമാണത്തിന്റെ അന്നത്തെ കാവൽ ഭടന്മാർ എന്ന് സ്വയം അഭിമാനിച്ച പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ന്യായപ്രമാണ ലംഘിയാക്കി മാറ്റി. ന്യായപ്രമാണം വെച്ച് അവർ പണമുണ്ടാക്കുവാൻ പടച്ചു വെച്ച നിയമങ്ങളെ യേശു ചോദ്യം ചെയ്തു. അവരുടെ ലാഭം പോയപ്പോൾ യേശുവിനെ കൊല്ലുവാനുള്ള കാരണം കണ്ടെത്തുവാനുള്ള ശ്രമമായി പിന്നീട് ഓരോ സന്ദർഭങ്ങൾ. അതിന് അവർ കണ്ടുപിടിച്ച കാരണങ്ങൾ പലതാണ്. പീലാത്തോസിന് മുൻപിൽ അവർ ആരോപിച്ചത് യേശുവിനെതിരായ 3 കുറ്റസംഗതികളാണ്. ഒന്ന്, ന്യായപ്രമാണ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി പഠിപ്പിക്കുകയും ന്യായപ്രമാണം ലംഘിക്കുക വഴി ജനത്തെ കലക്കി എന്ന് അവർ കുറ്റം ആരോപിച്ചു. അടുത്തത് രാജ്യദ്രോഹ കുറ്റമാണ്. കൈസർക്കെതിരെ സ്വയം രാജാവാണെന്ന് പറഞ്ഞ് കൈസർക്ക് കരം കൊടുക്കുന്നത് നിഷേധിച്ചു എന്നുള്ളൊരു ആരോപണം യേശുവിനെതിരെ ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ വളരെ തെറ്റായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു ഇത്. കർത്താവിന്റെ വാമൊഴിയിൽ തന്നെ യേശു വളരെ അസംയുക്തമായി വ്യക്തമാക്കി, കൈസർക്കുള്ള കരം കൈസർക്ക് തന്നെയാണ്. ഒരിക്കലും കൈസറിന്റെ ഭൗതിക അധികാരത്തെ കർത്താവ് ചോദ്യം ചെയ്തില്ല. വീണ്ടും മൂന്നാമത്തെ യേശുവിനെതിരെയുള്ള ആരോപണം യേശു സ്വയം ദൈവമാക്കി എന്നുള്ളതാണ്. ഈ 3 കുറ്റങ്ങളും നമുക്ക് ഇങ്ങനെ അത് കാണുവാൻ കഴിയും. 1, സാമൂഹിക ദ്രോഹം; 2, രാജ്യദ്രോഹം; 3, ദൈവദൂഷണം. യേശുവിനെ കൊല്ലിക്കുന്നതിൽ അവർ വിജയിച്ചു. എന്നാൽ യേശു ന്യായപ്രമാണത്തെ നിന്ദിച്ചില്ല, അതിനെ പാലിച്ചു. അത് ശരിയായി അവിടുന്ന് ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുത്തു. നീതീകരിക്കുവാൻ കഴിയാത്ത ഒരു പ്രമാണം കൊണ്ട് നീതീകരിക്കപ്പെടുവാനാണ് യഹൂദ ജനത ശ്രമിച്ചത്. ന്യായപ്രമാണം അതിൽ തന്നെ സമ്പൂർണ്ണമായിരിക്കുമ്പോൾ തന്നെ അതിനൊരു പൊരുളും സാക്ഷാൽ സ്വരൂപമായ മറ്റൊന്നിന്റെ നിഴലും സാദൃശ്യമായിരിക്കുവാനേ സാധിക്കും. ന്യായപ്രമാണത്തിന് അതിന്റെ കഴിവുകളും പരിമിതിയും ഉണ്ട് താനും. ന്യായപ്രമാണത്താൽ ദൈവനിർണയങ്ങൾ സാധിക്കുമായിരുന്നെങ്കിൽ കർത്താവായ യേശുവിന്റെ ജഡാവതാരം വേണ്ടി വരുമായിരുന്നു എന്നാണ് പുതിയ നിയമ ലിഖിതങ്ങളിൽ നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുള്ള ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകതകൾ. 1, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലില്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. എബ്രായ ലേഖനം 10:1, കൊലോസ്യ ലേഖനം 2:16-17. രണ്ടാമത്തെ വ്യത്യാസം, ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നയിക്കുന്ന ഒരു ശിശുപാലകനാണ്. ഗലാത്യ ലേഖനം 3:24. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, ന്യായപ്രമാണത്താൽ പാപത്തിന് പരിജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ. റോമർ 3:20. നാലാമത്തെ പോയിന്റ്, ഇക്കാലത്ത് ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെയാണ് വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. റോമർ 3:21. ന്യായപ്രമാണം ശത്രുത്വമാണ്. എഫേസ്യ ലേഖനം 2:14-16 വാക്യം. യേശു ക്രൂശിൽ വെച്ച് ആ ശത്രുത്വം ഇല്ലാതാക്കി. അടുത്ത ചിന്ത, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലമാണ് ന്യായപ്രമാണം വെച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം 2:2. ഏഴാമത്തെ പ്രധാനപ്പെട്ട ആശയം, ന്യായപ്രമാണത്തിന്റെ പ്രസക്തി കർത്താവായ യേശുക്രിസ്തു വരെയാണ്. ഗലാത്യ ലേഖനം 3:19. 8, ന്യായപ്രമാണം ഒരിക്കലും ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രമാണമല്ല. ഗലാത്യ ലേഖനം തന്നെ 3:21 വാക്യം. 9, വളരെ പ്രധാനപ്പെട്ട ഒരാശയം, ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മത്തായി സുവിശേഷം 11:13. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ്. മത്തായി സുവിശേഷം 5:17. അടുത്ത ചിന്ത, ന്യായപ്രമാണം മോശയും പ്രവാചകന്മാരും ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ ഒരു ക്രിസ്തു ചരിത്രമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:44. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ നിന്ന് ഇത്രയധികം വ്യത്യസ്തമായ ചിന്താധാരകൾ നാം ന്യായപ്രമാണത്തിന്റെ പ്രസക്തി സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു സവിശേഷമായ പഠനമാണ്. വേദപഠിതാക്കൾക്ക് നിശ്ചയമായും ഈ സന്ദേശം ഉപകരിക്കപ്പെടും. ഇന്നത്തെ നമ്മുടെ ദൂത് ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എന്തുകൊണ്ട് ന്യായപ്രമാണം വന്നു എന്നുള്ള ആശയം പറഞ്ഞ് ഞാൻ ഇതിവിടെ പൂർത്തീകരിക്കട്ടെ. പാപത്തിന്റെ പരിജ്ഞാനം ഉണ്ടാക്കുകയും കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും ശാപത്തിന് കീഴെ അടച്ചുകളയുകയും ചെയ്യുന്ന ഒരു പ്രമാണം. ഈ പ്രമാണം എങ്ങനെ
ഒരു മനുഷ്യനെ നീതീകരിക്കും? ന്യായപ്രമാണം വെളിപ്പെടുത്തിയ പാപവും അതിന്റെ ശിക്ഷയും ജഡശരീരത്തിൽ ചുമന്ന് അനുഭവിച്ച് കർത്താവായ യേശു ശാപത്തിന് കീഴിൽ നിന്ന് മനുഷ്യനെ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടു. അതെ, യേശു കൃപ എന്ന പ്രമാണത്തിന്റെ മധ്യസ്ഥനായി വന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ഇന്ന് കൃപയ്ക്ക് അധീനരാണ്. ന്യായപ്രമാണത്താലോ അതിന്റെ പ്രവൃത്തിയാലോ അല്ല, തികച്ചും കൃപയാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഇന്നും വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. റോമർ 3:24. പ്രിയമുള്ളവരെ, ആ ദൈവകൃപയുടെ മനോഹരമായ അവതാരവും തന്മൂലമുണ്ടായ അനുഗ്രഹങ്ങളും വിവരിച്ചാൽ ഒരിക്കലും അത് ഒരു എപ്പിസോഡ് കൊണ്ടോ ഒരു സീരിയസ് ആയിട്ടുള്ള പഠനങ്ങൾ കൊണ്ടോ തീരുന്നതല്ല കൃപ എന്നുള്ള ആശയം. ദൈവകൃപയുടെ ആ മഹത്വത്തെ ഓരോന്നും ധ്യാനിച്ച് ആരാധിക്കുന്ന ഭക്തന് ഇഹലോകവാസവും വരുവാനുള്ള നിത്യതയും പോരാ ആ ദൈവകൃപയെ വർണ്ണിക്കുവാൻ. ദാവീദ് ഇങ്ങനെ സങ്കീർത്തനത്തിൽ പറയുന്നു 5:7, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. പ്രിയ സഹോദരങ്ങളെ, പാപമോചനത്തിന്റെ, നിത്യരക്ഷയുടെ, വീണ്ടെടുപ്പിന്റെ കാരണമായ ദൈവകൃപയുടെ ബഹുത്വമാണ് നാം ഇന്നും കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിന് കാരണം. ഈ ദൈവകൃപയുടെ മഹാത്മ്യം എന്താണെന്ന് നമുക്ക് വീണ്ടും കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ഒരു ലഘു താരതമ്യ പഠനമാണ്. തിരുസന്നിധി എന്ന പഠന സന്ദേശം കേൾക്കുന്നവര് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആ ദൈവകൃപയുടെ ശക്തിയും മഹത്വവും അനുഗ്രഹങ്ങളും ദിനംതോറും അനുഭവിക്കുവാൻ ഏവർക്ക് കർത്താവ് കൃപ നൽകട്ടെ. നിയമത്തെക്കാൾ സ്നേഹത്തിന് പ്രാധാന്യം നൽകിയ കൃപയുടെ അവകാശികളായി നാം മാറുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ലീഗലിസം എന്ന് പറയുന്ന നിയമവാദം കൃപയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നീങ്ങിപ്പോയി എന്നുള്ള ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ ഇന്ന് പകൽക്കാലം ഭരിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.